ഇന്ന് മറ്റൊരു ചിറ്റ്ചാറ്റാണ്. എൻ്റെ കൂടെ ഉള്ളത് മഹേഷ് ഉമ്മനാണ്, കേരളത്തിൽ നിന്നുമാണ്. ഇപ്പം ചില ചോദ്യങ്ങൾ ഈ ഗൾഫുമായിട്ട് ബന്ധപ്പെട്ടും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, അതേപോലെ ദുബായ്, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ടോപ്പിക് ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ അന്യോന്യം ചോദിക്കും. അപ്പം ഏത് രീതിയിലാണ് ഇതിൻ്റെ വാറിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനും അതേപോലെ തന്നെ എന്ത് ഇമ്പാക്റ്റാണ് ഇതിനുണ്ടാക്കാൻ പോകുന്നത്, ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് അധികം ചോദ്യങ്ങൾ. നമസ്കാരം മഹേഷ്. മഹേഷിൻ്റെ മഹേഷിന് ഇതിനകത്ത് എന്താണ് അറിയാൻ താല്പര്യമുള്ളത്? എനിക്കിപ്പോ അറിയേണ്ടത്, ഇത് കമേനിയുടെ കാലം കഴിഞ്ഞു, പുതിയ ആള് ചാർജ് എടുത്തു, അഹമ്മദിയെ ചാർജ് എടുത്തു. ഇനി എങ്ങനെയായിരിക്കും അവരുടെ റിട്ടാലിയേഷൻ പ്രോസസ്സ്? അത് ഇതുകൊണ്ട് വാർ സബ്സൈഡ് ചെയ്യുമോ, അതോ അവർ പുതിയ സ്ട്രാറ്റജിക്ക് എന്തെങ്കിലും മുൻകൂട്ടി കാണുന്നുണ്ടോ? ഇതിൻ്റെ അത് എൻ്റെ അസസ്മെന്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന ഷിയ ഭരണകൂടം എന്നേക്കുമായിട്ട് തീരുകയാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ, അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരുണ്ട്, അവരെ തീർത്തു. 11 ദിവസത്തെ വാറിനകത്ത് ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റുള്ള പല ആൾക്കാരുണ്ടായിരുന്നു. IRGC, കാരണം ഇവർ കഴിഞ്ഞ 42 കൊല്ലം കൊണ്ട് കൊണ്ടുവന്ന ഒരു ഗ്രാസ് റൂട്ട് ലെവലുണ്ട്. അതിൻ്റെ നേതാക്കളെ മുഴുവനും ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം നടക്കുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത്, ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് അവരെ തീർക്കുക. അതാണ് ഇസ്രായേലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും അമേരിക്ക രണ്ടുപേരെ ജോയിൻ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇനിയും ഈ പറയുന്ന ഷിയ ഭരണകൂടം തിരിച്ച് വരുമെന്നുള്ള കാര്യം. രണ്ടാമത്, ഇത് അറുതിയായി. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ എതിർപ്പായി. കാരണം എത്രയോ പ്രക്ഷോഭം നമ്മൾ കണ്ടതാണ്. ഈ പ്രക്ഷോഭം എല്ലാം നടക്കുമ്പോൾ ഏകദേശം 5 ലക്ഷം പേരെ കൊന്നിട്ടാണ് ഈ പറയുന്ന റിജീം ഭരണകൂടം മുന്നോട്ട് പോയത്. അതാദ്യം മറക്കരുത്. കാരണം ആദ്യം ഇതിന് പിന്തുണയുണ്ടായിരുന്നു. ഈ തുടക്കകാലത്ത് ഇസ്ലാമിക റവല്യൂഷൻ, കൾച്ചർ റവല്യൂഷൻ എന്നൊക്കെ പറയുമ്പോഴും ഈ ഷിയ ഭരണകൂടത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടായിരുന്നു. ഈ പറയുന്ന റസ പലാബി ആ സംഭവത്തെയൊക്കെ റിമൂവ് ചെയ്ത സമയത്ത്. പിന്നീട് ഗ്രാജുവലി വന്ന് ലോകത്തെല്ലാ രാജ്യങ്ങളുമായിട്ട് ശത്രുതയായി. ആ രാജ്യത്ത് പട്ടിണിയായി. ഏകദേശം 14% ഇറാനിയൻ പോപ്പുലേഷൻ, അതിനകത്ത് സ്റ്റാർവേഷനാണ് ഈ സംഭവം നടക്കുന്നത്. ജനങ്ങൾ ഒന്നടങ്ക് എതിർക്കാൻ തുടങ്ങി. ഡിജിറ്റൽ രീതിയിൽ ഈ പറയുന്ന മതവും ഈ രാജ്യത്തിൻ്റെ റണ്ണിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡീറെയിലായി. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയില്ല. ഇയാളെ തട്ടിയതോടുകൂടി, ഇയാൾ ചത്തുപോയതോടുകൂടി ഇയാളുടെ ആരെങ്കിലും അതൊരു പേരിന് മാത്രമായിരിക്കും. അയാളെ ഇപ്പം തട്ടും. കാരണം അത് മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്തങ്ങ് പോകും. ഇനി ഒരിക്കലും അത് വരത്തില്ല. അതായത് ഷിയയുടെ ആധ്യാത്മിക സംഭവം, ഇറാൻ്റെ അതെല്ലാം ഇല്ലാതായി. ഇനി അവിടെ പിടിമുറുക്കാൻ പോകുന്നത് ഒരു പുതിയ രീതിയിലുള്ള ഇറാനായിരിക്കും. ഈ പഴയ ഇറാൻ എന്നേക്കുമായിട്ട് തീരുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ട്രംപ് പറഞ്ഞത്. നിങ്ങൾക്ക് പുതിയൊരു ലോകത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള രീതിയിലാണ് ട്രംപ് പറയുന്നത്. പഴയ ഇറാനിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇതിനകത്ത് വേറെ കാര്യം, അതായത് ഇതിനകത്ത് വേറൊരു ഇഷ്യൂവും കൂടെ ഉണ്ട്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ, ഈ എത്രയും റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഓയിൽ റിച്ചാണ്, ഗ്യാസ് റിച്ചാണ്. അവിടെ ഈ മറ്റുള്ള അറബ് രാജ്യങ്ങൾ പോലല്ല. അവിടെ അഗ്രികൾച്ചറായിട്ട് നല്ല ഗ്രോത്ത് ഉള്ള രാജ്യമാണ്. പക്ഷേ അവിടെ പട്ടിണിയായി. സാങ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വെടി അങ്ങ് തീർന്നു. എത്ര വർഷമായിട്ട് സാങ്ഷൻ നടക്കുകയാണ്. അപ്പോൾ ആ രാജ്യമില്ലാതായി. അതോടുകൂടിയാണ് ഇതിന് ഈ പറയുന്ന പോലെ നേരത്തെ അമേരിക്ക ഇറാനുമായിട്ടുള്ള ആ രാജ്യക്കാരുടെ വലിയൊരു സപ്പോർട്ടുണ്ടായിരുന്നു. ഈ ഇറാനിയൻ ഈ ഡിക്റ്റേറ്റർ, അതായത് ഈ റിജീമിൻ്റെ തലവനെ കൊന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പം മനസ്സിലാക്കുക, ഇന്ത്യയിൽ പ്രതിഷേധമുണ്ടായി, പാകിസ്ഥാനിൽ പ്രതിഷേധമുണ്ടായി, ലോകത്ത് ചില ഷിയ ആൾക്കാരുള്ളടുത്ത് പ്രതിഷേധം. എന്താണ് ഇറാനിലുണ്ടായത്? അവിടെ വലിയ ആഹ്ലാദവും ഡാൻസും പരിപാടികളുമാണ്. കുറച്ച് ആൾക്കാർ ഇയാളുടെ മരണം അറിഞ്ഞ് ഞെട്ടി ഷോക്കായി.
അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ആ ചേഞ്ചിനെ ലോകത്താർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് ട്രംപ് പറഞ്ഞ വളരെ കറക്റ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ ടേക്ക് ഓവർ ചെയ്ത് ജനാധിപത്യ രീതിയിൽ പോവുക. ഒരു പുതിയ ഇറാൻ, അതിനെ എല്ലാ രീതിയിലും അമേരിക്ക സപ്പോർട്ട് ചെയ്യും. എന്താ അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത്? ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, നിങ്ങളുടെ സഹായത്തിനായി ഞങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ട്രംപ് ഉണ്ടാക്കിയെടുത്തത്? കാരണം ഇറാനികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നത്. കംപ്ലീറ്റ് ഫിലോസഫി മാറ്റിയ ട്രംപ്. അപ്പോൾ ആ രീതിയിൽ പോകുന്ന വാറിൻ്റെ അകത്ത് ഇറാനിയൻ ജനതയുടെ വലിയൊരു സപ്പോർട്ടും പിന്തുണയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് ഈ വാർ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞ് ടെഹ്റാനിൽ നിന്നും ആൾക്കാർ ഒഴിഞ്ഞു പോകാൻ? അവർക്കറിയാം നാളെ ആൾക്കാർ ഒത്തുകൂടി ഇവരെ മുഴുവനെടുത്ത് ഹൈജാക്ക് ചെയ്യുന്നറിയാം. കാരണം അതേപോലെ പ്രക്ഷോഭമല്ലേ നടന്ന ജാനുവരിയിൽ. എത്ര പേരെയാണ് വെടിവെച്ച് കൊന്നത്, എത്ര പേരെയാണ് പേഴ്സിക്യൂട്ട് ചെയ്തത്, എത്ര പേരെയാണ് തൂക്കിക്കൊന്നത്, എത്ര പേരെയാണ് കഴുത്ത് വെട്ടിക്കൊന്നത്? ഏകദേശം 30,000-35,000 പേരെയാണ് കൊന്നത്. പക്ഷെ ഇനി അത് നടക്കത്തില്ല. കാരണം റിജീമും അവരുടെ IRGC ആണെങ്കിലും അതിന് ചുറ്റുമുള്ള കൂട്ടരാണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്തു. അതിൻ്റെ എലിമിനേഷൻ ഇങ്ങനെ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ബോംബിങ് നടക്കുമ്പോൾ മനസ്സിലായിക്കോണം. ഈ ഫേസ് ഓഫ് ബോംബിങ് എന്ന് പറയുന്നത്, അതായത് വേവ് ഓഫ് ബോംബിങ് എന്ന് പറയുന്നത്, ഇത് കംപ്ലീറ്റ് ഇത് അവരുടെ വേരുൾപ്പെടെ അറുത്തു മാറ്റുക. ഇതാണ് ഉണ്ടായേക്കുന്നത്. മനസ്സിലാക്കി, ഇത്രയും വർഷം കൊണ്ടുണ്ടായൊരു സംഭവത്തെയാണ് എടുത്ത് ദൂരെ കളയുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുന്ന. ബോംബിംഗ് എന്ന് പറയുന്നത് ചെറിയ രീതിയിലല്ല ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്നത്. ഡീപ്പായിട്ട് അവിടെ കയറി ഹിറ്റ് ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഇറാൻ ഇപ്പൊ ഇനി ഈ ന്യൂക്ലിയർ മിഷനിൽ നിന്ന് പിന്മാറുമോ, അതോ അതുമായിട്ട് ഇനി അവർ മുന്നോട്ട് പോകുന്നത്? ഇറാൻ ഇനി ഒരു കാരണവശാലും ഇത് മാത്രമാണ് ഇറാന് ഒരു കാരണവശാലും ന്യൂക്ലിയറുമായിട്ട് ഇനിയും പോകാൻ പറ്റത്തില്ല. 460 കിലോഗ്രാം അവരുടെ എൻറിച്ച് യുറേനിയം ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അത് അവസാനത്തെ ജനീവ ടോക്സിനകത്ത് അവസാന റൗണ്ട് ടോക്കിൽ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അമേരിക്കയോട് പറഞ്ഞു അവർ കംപ്ലീറ്റ് ആയിട്ട് 0% ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, അതേപോലെ അവർ മിസൈൽ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു ലോങ് റേഞ്ച്. പക്ഷേ അമേരിക്കയുടെ ആവശ്യം അതായിരുന്നില്ല. അത് പുറമെയാണ് ഈ പറയുന്ന ന്യൂക്ലിയർ കാണിച്ചേക്കുന്നത്. അവരുടെ മേജർ ഡിമാൻഡ് എന്ന് പറയുന്നത് റെജീം ചേഞ്ച് ആവുക. ഉറപ്പായിട്ടും അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. അവിടുത്തെ ഓയിൽ റിച്ച് ആണ് സംഭവം. കാരണം കംപ്ലീറ്റ് എനർജി ഓയിൽ റിച്ച് അതുകൂടെ വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ 90% ഈ ഓയിൽ എന്ന് പറയുന്ന അമേരിക്കയുടെ കസ്റ്റഡിയിലോട്ട് മാറുകയാണ്. കാരണം ഇനി ആ സംഭവം ഇല്ല. അതായത് ഇറാൻ നാളെ ഈ പറയുന്ന യുറേനിയം ആണെങ്കിലും ന്യൂക്ലിയർ വെപ്പൺ ആണെങ്കിലും ലോങ് റേഞ്ച് മിസൈൽ ആണെങ്കിലും ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ട് അസ്തമിച്ചു കഴിഞ്ഞു. അതാണ് എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അത് കറക്റ്റാണ്. അടുത്തൊരു ഇതെന്ന് പറയുന്നത്, അമേരിക്കയുടെ ലക്ഷ്യം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണോ, അതോ വേറെ എന്തെങ്കിലും അവർക്ക് ലക്ഷ്യമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് എന്ന് തന്നെ ചോദിക്കാം, ആ രീതിയിൽ ഇതിനെ കാണുന്നുണ്ടോ സാറ്? അമേരിക്കയുടെ ലക്ഷ്യം ഉറപ്പായിട്ട് ഇസ്രായേൽ ഒരു ലക്ഷ്യം തന്നെയാണ്. പിന്നെ അടുത്ത സംഭവം എക്കണോമിയാണ്. അടുത്ത് നോക്കുക, വെനൂസിലെ പിടിച്ച ശേഷം ഈ പറയുന്ന ഈ ഓയിൽ റിച്ച് ആയിട്ടുള്ള വെനൂസിലെ പിടിച്ച ശേഷം അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ്, അവരുടെ ബിസിനസ്സും അമേരിക്കൻ എക്കോണമി, അവിടുത്തെ ജോബ്സ് പെട്ടെന്ന് കൂടി. സീ ദ ചേഞ്ച്. ഇപ്പോൾ ഇറാനും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എനർജി, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലും ഈ ഗ്യാസും അവരുടെ കസ്റ്റഡിയിലാവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകത്തിൽ 90% അവരുടെ കസ്റ്റഡിയിൽ അവരാണ് നിയന്ത്രിക്കുന്നത്. പൂർണ്ണമായിട്ടും ചൈനയെ തളയ്ക്കാൻ പറ്റും. റഷ്യയുടെ ഈ പറയുന്ന ഓയിൽ ആധിപത്യം ഇല്ലാതാകും. കാരണം ഇന്നും ഇറാനിൽ നിന്നും ഓയിൽ വാങ്ങുന്ന ഇന്ത്യയും അതേപോലെ ചൈനയും മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യ പിന്മാറി, കാരണം സാങ്ഷനും പ്രശ്നങ്ങളൊക്കെ ഇന്ത്യ പിന്മാറി, ചൈന മാത്രമേ ഉള്ളൂ. ഇപ്പം ചൈനയ്ക്ക് നാളെ ഓയിൽ വേണം. ഈ ക്രൂഡില്ല അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. റഷ്യയുടെ ഒരു പരിധിയുണ്ട്, കാരണം അവർക്ക് ഹ്യൂജ് ഈ ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. വലിയ രാജ്യമാണ്, എക്കണോമിക് പവർഫുൾ രാജ്യമാണ്. അപ്പം അതോടുകൂടി ഈ ചൈനയെ നാളെ അമേരിക്കയുടെ കാലേ കയറി പിടിക്കാൻ പോവുക. അതാണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ അമേരിക്കൻ വെപ്പൺ, ഈ പറയുന്ന വിമാനവാഹിനി കപ്പലുകളും ഇത്രയും സംഭവങ്ങളും സന്നാഹവും എന്ന് പറയുന്നത് ഒരു ദിവസം അതിൻ്റെ ചെലവെന്ന് പറഞ്ഞാൽ $100 ബില്യൺ.
17ഓളം കപ്പൽ ഇത്രമാത്രം സൈനികമായിട്ട് അവിടെ ഡിപ്ലോയ് ചെയ്യുക, അതിൻ്റെ ഇത്രമാത്രം പണം മുടക്കിയാണ് അവർ വന്നിരിക്കുന്നത്. അതെന്തോ വെറുതെ ഒരു ഇസ്രായേലിന് വേണ്ടി മാത്രം വന്നത് അല്ല. മെസ്സേജ് ഈസ് വെരി ക്ലിയർ. ഫർദർ ഈ ക്രൂഡ് എന്ന് പറഞ്ഞാൽ അവരുടെ കസ്റ്റഡിയിലായിരിക്കണം. അതിനുവേണ്ടി തന്നെ വന്നത്. അതിലവർ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്തു. കാരണം ഈ റിജീം മാറാതെ ആ സംഭവം നടക്കുന്നില്ല. ഫൈനൽ റൗണ്ടിൽ ഈ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ തന്നെ എഗ്രി ചെയ്തു അമേരിക്കയ്ക്ക് ആ ക്രൂഡ് എടുക്കുക, അമേരിക്കയ്ക്ക് അത് കൺട്രോൾ ചെയ്യുക, അമേരിക്കൻ കമ്പനി വരാം. അമേരിക്കയ്ക്കറിയാം അത് നാളെയും പ്രശ്നമുണ്ടാകും അവിടുത്തെ റെജീം മാറിയില്ല എങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് റെജീമിനെ മാറ്റണം, ഈ രീതിയിലുള്ള ഓപ്പറേഷൻ നടന്നത്. കൃത്യമായിട്ട് ഖമേനി ആ കൂട്ടരെ എലിമിനേറ്റ് ചെയ്ത് ദൂരെ കളഞ്ഞത്. ഇതേപോലെ തന്നെ ഒരു ഇമ്പാക്ട് അമേരിക്കയ്ക്ക് ഉണ്ടാകത്തില്ല. കാരണം അനേകം സിറ്റിസൺസ് ഇപ്പൊ യു എയിലെ ആണെങ്കിലും മറ്റൊരാണെങ്കിലും വേറെ പല രാജ്യങ്ങളിലെ അനേകം സിറ്റിസൺസ്, ഈ മിഡിൽ ഈസ്റ്റിലെ അനേകം സിറ്റിസൺസ് അമേരിക്കയിൽ ഇല്ലേ. അപ്പൊ ഇത് ശരിക്കും അവരെയും ബാധിക്കുന്നില്ല. ഞാൻ പറയും എങ്ങനെ ബാധിക്കുമെന്ന് പറയാം. അമേരിക്ക ഒരു വലിയ രാജ്യമാണ്. ഏകദേശം 36 കോടി ജനമുണ്ട്. അത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. ഇതോടുകൂടി അമേരിക്ക കൂടുതൽ തൊഴിലവസരവും അവിടുത്തെ കമ്പനികൾക്ക് എക്സ്പാൻഷൻ നടക്കുകയാണ്. വെനൂസിലയിൽ എന്താ ഉണ്ടായത്? ഒരു അമേരിക്ക കമ്പനി, ഒരു ചെറിയ അമേരിക്കയുടെ ഓപ്പറേഷൻ വളരെ ചെറുതായിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ് ഫുൾ ഓപ്പറേഷനിലോട്ടായി. അവർക്ക് ഓയിൽ കൺട്രോൾ ചെയ്യാൻ അറിയാം, ഏത് രാജ്യത്തെ കൊണ്ട് മേടിപ്പിക്കണം. യഥാർത്ഥ ഉദാഹരണമല്ലേ ഇന്ത്യ. വെനൂസിലെ പിടിച്ചെടുത്ത് ഇന്ത്യയോട് പറഞ്ഞ് വെനൂസിലിന് ഓയിൽ റഷ്യൻ ഓയിൽ മേടിക്കണ്ട. ഇതേപോലെ പല രാജ്യങ്ങളുണ്ട്. കാരണം ഇന്ത്യ ഒരു വലിയൊരു കസ്റ്റമറാണ്. ഇനി അടുത്ത ചൈനയാകാം, ചൈനയ്ക്ക് ഈ സാധനം കിട്ടിയേ മതിയാവത്തുള്ളൂ. അത് അമേരിക്കൻ ലക്ഷ്യമെന്ന് പറയുന്ന ബിസിനസ്സാണ്, കച്ചവട താല്പര്യമാണ്. അവർക്ക് ഇറാൻ അവരുടെ കയ്യിൽ വേണം. ഇറാൻ അവരുടെ കയ്യിലുണ്ടെങ്കിൽ നാളെ സൗദി അറേബ്യയ്ക്ക് അവിടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് തലപൊക്കാൻ പറ്റത്തില്ല. ഇറാഖ് എന്ന അമേരിക്കയുടെ കയ്യിൽ പോയി, ഇതിൻ്റെ കൺട്രോൾ അമേരിക്കയുടെ കയ്യിലോട്ടങ്ങ് പോയി. അതേപോലെ ഇറാനും കൂടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നാളെ ഓയിലിൻ്റെ വില കുറയ്ക്കണമെന്ന് അമേരിക്ക പറഞ്ഞാൽ കുറച്ചേ മതിയാവത്തുള്ളൂ. യു ഗോട്ട് മൈ പോയിന്റ്. കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചേ മതിയാവത്തുള്ളൂ. കൂട്ടണമെന്ന് പറഞ്ഞാൽ കൂട്ടിയേ മതിയാവത്തുള്ളൂ. കാരണം ഇവർക്ക് നേരത്തെ GCC രാജ്യങ്ങളും ഓയിൽ പ്രൊഡക്ഷൻ രാജ്യങ്ങളും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു റഷ്യയുമായിട്ടുള്ള ഇഷ്യൂവിൽ ഇതിൻ്റെ വില കുറയ്ക്കാൻ. കാരണം പെട്ടെന്ന് സ്കൈ റോക്കറ്റ് പോലെ കയറി ഈ രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞു. പക്ഷേ UAE അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് കേട്ടു, സൗദി അറേബ്യ കുറച്ചില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇറാൻ അവരുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അവർ നിയന്ത്രിക്കും വില. കാരണം ഏറ്റവും ഓയിലുള്ള രാജ്യം കൂടെയാണ് അമേരിക്ക. അപ്പം ഇതാണ് ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ഇസ്രായേൽ മാത്രമല്ല, ഇതും ഒരു ഗെയിം പ്ലാനാണ്. അവിടെ ഇറാനിൽ വലിയൊരു അമേരിക്കൻ ബേസ് വരും. അവർ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യും. അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങളും മറ്റെല്ലാം ഇസ്രായേലിനെ ഏൽപ്പിക്കും. ഇത് വലിയൊരു ഗെയിം പ്ലാനാണ്. കാരണം ഇസ്രായേൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആവശ്യമാണ്. ഇപ്പം ന്യൂ അപ്പോസ്റ്റലിക് റിഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പേപ്പർ അമേരിക്ക അഗ്രി ചെയ്ത്, കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എഗ്രി ചെയ്തതാണ് ബിബ്ലിക്കലായിട്ട് ഇസ്രായേലിലെ എക്സ്പാൻഷൻ. അത് പറഞ്ഞു എന്നാണ് മൈക്ക് ഹക്കാബി പറയുന്നു. അതിന് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആലോചിച്ച് നോക്ക്. കൃത്യമായ മെസ്സേജ് കൊടുത്തു. അതിൽ പല അറബ് രാജ്യങ്ങൾ കണ്ടം ചെയ്തു, അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഇന്ന് ഇറാൻ ബോംബ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ ദുബായിലും സൗദിയിലും ഖത്തറിലും ബഹ്റിലും ബോംബ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളുടെ റെസിസ്റ്റൻസ് പവർ, അതായത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, അവരുടെ പട്ടാളവും മ്യൂട്ട് പോലായി പോകുന്നത്? ഇസ്രായേലിനെ പോലെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെ അവരുടെ ധാരണ ഇതൊക്കെ ഇങ്ങനെ ഒരു ഗിമിക്സിലും പടക്കത്തിലും പോകുമെന്ന്. ഹാർഡ് റിയാലിറ്റി എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ സെക്യൂരിറ്റി കവറിലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അമേരിക്ക വെപ്പൺസ് വിൽക്കുന്നു, സെക്യൂരിറ്റി കൊടുക്കുന്നു, അതിൻ്റെ പണവും വാങ്ങുന്നു. അല്ലാതെ ഈ ഖത്തറിനൊക്കെ എന്ത് കേപ്പബിലിറ്റിയാണ് ഉള്ളത്? ഇത് റിയാലിറ്റിയാണ്. കാരണം ഹൂത്തികളോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ടെറർ ഗ്രൂപ്പാണ് ഹൂത്തി. അതിനോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു രാജ്യമാണ് സൗദി ആണെങ്കിൽ UAE. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫൈനലി സൗദി പോയി സറണ്ടർ ചെയ്തു. ചൈന മീഡിയേറ്ററായിട്ട് വന്നിട്ട് ഹൂത്തികൾ ഇറാനുമായിട്ട് ടൈപ്പിൽ പോയി. ഈ സൗദിക്കും താല്പര്യമില്ലേ ഈ ഹൂത്തികൾ പറയുന്ന കേൾക്കാതിരിക്കാൻ വേണ്ടി? ഈ സൗദി ആണെങ്കിൽ UAE ആണെങ്കിൽ ഈ രാജ്യങ്ങൾക്കൊക്കെ പേടിയാണ്. ഇറാൻ നാളെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം കൊണ്ടിടുന്ന ഇവൻ്റെ മേളിലായിരിക്കും.
ഇപ്പം ഈ ഭയമുണ്ട്. ഇപ്പം ഇത് ഒരു സംഭവമല്ല, മൾട്ടിപ്പിൾ കാര്യങ്ങളെല്ലാം നമ്മൾ കോമ്പിനേഷൻ ചെയ്ത് നോക്കുവാണെങ്കിൽ അമേരിക്കൻ ഇൻട്രസ്റ്റ്, പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെ പ്രൊആക്റ്റീവായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ചില ആൾക്കാർ പറയും എൻ ഗെയിം അല്ല, ഇത് ഗെയിം തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും കൺട്രോൾ ചെയ്യുക, യൂണിപോളാർ വേൾഡായിട്ട് അമേരിക്ക നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് വലിയ സപ്പോർട്ട് ബേസ്ഡ് ആയിട്ട് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റും വെസ്റ്റ് ഏഷ്യയിലെ നാറ്റോ എങ്ങനെയാണ് അമേരിക്കയുടെ സാന്നിധ്യം നാറ്റോയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്, അതേപോലെ ഇസ്രായേലിനൊരു റോള് വന്നിരിക്കുകയാണ്. ഈ പറയുന്ന അറബ് രാജ്യങ്ങളെല്ലാം നാളെ പോയി അക്കോർഡ് സൈൻ ചെയ്യും ഇസ്രായേലുമായിട്ട്. കാരണം സെക്യൂരിറ്റി വേണം. എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലാണ് അൺഡിസ്പ്യൂട്ടഡ് എന്ന് പറയുന്ന സംഭവം. കംപ്ലീറ്റ് കൺട്രോളാണ്. കാരണം അമേരിക്കയുടെ ഈ ഓയിലിൻ്റെ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ കയ്യിലായി ഗെയിം. ഇതാണ് ഗെയിം പ്ലാന്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയും റഷ്യ ഒന്നും അനങ്ങുകയാണെന്നാണോ സാറിന്റെ അഭിപ്രായം? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നിക്കോളാസ് മഡറോവ്, ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാർ, അതേപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഇസ്രായേൽ 11 ദിവസം വാറ് നടത്തി. ഈ പറയുന്ന മൾട്ടിപ്പിളായിട്ട് പല രാജ്യങ്ങളായിട്ട് വാറ് നടത്തി. ചൈനയ്ക്കും റഷ്യയ്ക്കും അനങ്ങാൻ പറ്റിയോ? ഞാൻ കേരളത്തിലെ ചില യൂട്യൂബും ചില സാറ്റലൈറ്റ് മീഡിയ കാണുവാണ്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ചൈന വെപ്പൺസ് കൊടുക്കുന്നു, റഷ്യ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. റഷ്യയ്ക്ക് വെപ്പൺസ് കൊടുക്കാൻ അവരുടെ വെപ്പൺസ് ഇല്ല. റഷ്യ പോലും ഉപയോഗിച്ച് ഈ പറയുന്ന അവരുടെ സാധനം ഇല്ലാതെ വന്ന് ഇറാനിയൻ പഴയ പാട്ട സാധനങ്ങളും അവിടുത്തെ ഡ്രോൺ വരെ ഉപയോഗിക്കേണ്ട സ്ഥിതിയായി മാറി റഷ്യയ്ക്ക്. ഈ 4 വർഷം 3 വർഷം വാറെന്നൊക്കെ പറഞ്ഞ് ചെറിയ കാര്യമല്ല. കാരണം ആ റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എക്കോണമി തകർന്ന് നാശമായി. ഇന്ന് വരെ കോവിഡിന് ശേഷം ചൈനീസ് എക്കോണമി തിരിച്ചു വന്നിട്ടില്ല. പിന്നെ അമേരിക്കയുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാങ്ഷൻ വരും, 100%, 120%, 60%. എക്സ്പോർട്ട് സർപ്ലസായി. അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഡൗൺഫോളായി. അത് വളരെ വിസിബിളാണ്. അവിടെയാണ് അമേരിക്കൻ റോൾ എന്ന് പറയുന്നത്. അവർ കൺട്രോൾ ചെയ്യാൻ പോവുക. ഇപ്പോഴും അവരുടെ കൺട്രോളിൽ തന്നെയാണ്. അതായത് അവർ ചൈനയ്ക്കിട്ട് നല്ല പണി കൊടുക്കും. കാരണം ചില കാര്യങ്ങളിൽ ട്രംപുമായിട്ട് യോജിച്ചു പോകുന്നില്ല. ഏതായാലും ഈ അടുത്ത മാസം ഈ മാർച്ച് 31 ട്രംപ് ചൈനയിൽ പോകുന്നത്. അപ്പം അതിനുശേഷം അറിയാൻ ചൈനയുടെ നിലപാട് എന്താണ്, ഏത് രീതിയിലാണ് പോകുന്നത്, അത് നോക്കിയിട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഇനി നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗമായിട്ടാണ് ഇത് കാണുന്നത്. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മളെ ശരിക്കും ഇത് എങ്ങനെയായിരിക്കും ഇത് എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യൻ സിസ്റ്റംസിനെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി ഇത് എങ്ങനെയായിരിക്കും ഇത് ബാധിക്കുക? ഇത് ഇനിഷ്യലി ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഇത് ബാധിക്കും. പ്രത്യേകിച്ച് ഓയിൽ ഷോർട്ടേജ് ഉണ്ടാകും. കാരണം ഹോർമുസ് മുഖാന്തരമാണ് ലോകത്തിലെ ഓയിലിൻ്റെ 20% റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഓൾറെഡി തന്നെ ഇന്ത്യൻ ജോലിക്കാരായിട്ടുള്ള അതേപോലെ വേറെ രാജ്യത്തിൻ്റെ ഓയിൽ കൊണ്ട് അത് ഇന്ത്യയിലോട്ട് വന്ന സാധനമാണ്. അതിനെ അറ്റാക്ക് ചെയ്തു. കാരണം അത് ബാധിക്കും. ചിലപ്പോൾ ഷോർട്ടേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗ്ലോബലായിട്ട് ഓയിലിൻ്റെ വില സ്കൈ റോക്കറ്റ് പോലെ കൂടും. ഇന്ത്യക്കാരെ ഏകദേശം 80 ലക്ഷം പേരാണ് ആ റീജിയനിൽ താമസിക്കുന്നത്. ഈ വാർന്ന് പറഞ്ഞാൽ 3-4 ദിവസമേ പോകത്തുള്ളൂ. അതിനു മുമ്പ് അവർ സറണ്ടർ ചെയ്യും. കാരണം ഇത് വാറിനകത്ത് ചർച്ച നടത്തി ഈ റെജീമിൻ്റെ പരിപാടികളൊക്കെ. പക്ഷേ പെട്ടെന്ന് റിക്കവറി എന്ന് പറയുന്ന ഒരു 1-2 ആഴ്ച എടുക്കും. ആ സമയത്ത് ഇന്ത്യയിൽ ഓയിലിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും. ഉറപ്പായിട്ട് ഇന്ത്യക്കാരെ ബാധിക്കും, ട്രാവൽ ബാധിക്കും. ഏകദേശം ഈ മിഡിൽ ഈസ്റ്റേഷ്യൻ രാജ്യങ്ങൾ മുഴുവനും അവർ എയർ ഓപ്പറേഷൻ നിർത്തിവെച്ചേക്കുകയാണ്. അതൊക്കെ ബാധിക്കും. വാറെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇല്ല അതുപോലൊന്നും ഉണ്ടാവത്തില്ല. കുവൈറ്റ് ഇറാഖ് വാർ പോലൊന്നും ഉണ്ടാവത്തില്ല. ഇത് ലിമിറ്റഡാണ്. കുവൈറ്റ് ഇറാഖ് വാർ എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. ഇത് ലിമിറ്റഡ് ആണ്. കാരണം ലിമിറ്റഡ് ആണ് കോൺഫ്ലിക്റ്റ്. ആ ലിമിറ്റഡ് അമേരിക്ക പിടിച്ചു നിർത്തും. രണ്ടും വ്യത്യാസമാണ്. അന്നത്തെ സമയം ഇന്നത്തെ സമയം വ്യത്യാസമുണ്ട്. സദാം ഹുസൈന് കുറച്ചും കൂടെ കഴിവുണ്ടായിരുന്നു നമ്മൾ നോക്കുമ്പോൾ. ഇവിടെ ഈ ഖുമൈനി എന്ന് പറഞ്ഞ ആദ്യം ഈ പറയുന്ന ഇസ്ലാമിക റെജീം എന്ന് പറയുന്ന കഴിവുള്ള അവർ പ്രാപ്തരായിരുന്നു. പിന്നീട് അത് കുറഞ്ഞു വന്ന് ആ രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവനും എതിരായി, അവർക്കെതിരായി അങ്ങ് മാറി. രണ്ടും വ്യത്യാസമാണ്. ആ രീതിയിൽ ഇറാഖ് പിടിച്ച് നിന്ന പോലെ ഇറാന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അത്ര നാളത്തേക്ക് വാർ പോകില്ല എന്നതാണ് എൻ്റെ ഒരു അനാലിസിസ്.
ചേട്ടൻ പറഞ്ഞ സാറിന്റെ അനാലിസിസ് അനുസരിച്ച് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 1.5 2 ആഴ്ചക്കുള്ളിൽ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഇത് നാലോ അഞ്ചോ ദിവസമേ വാറ് പോകത്തുള്ളൂ, അത് കഴിഞ്ഞ് വാറ് നിൽക്കും. അങ്ങനെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഇത്രയും സാറ് സ്പെൻഡ് ചെയ്തിട്ട് താങ്ക് യു സോ മച്ച്. ഒരുപാട് അറിവുകൾ പറഞ്ഞു തന്നതിന് താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു